ഒരു ജോലി എന്നല്ല, ഒരു എൻ്റർപ്രണറായിട്ട് ആക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരു ബഹ്റൈനിൽ ഒരു ഷോപ്പിൽ പാർട്ട്ണർഷിപ്പായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ പേര് ഷറഫുദ്ദീൻ, തറയിട്ടാലാണ് വീട്. കൊണ്ടോട്ടി മേലങ്ങാടി സ്കൂളിലാണ് പഠിച്ചത്. അവിടെ VHSC ആയിരുന്നു. അത് കഴിഞ്ഞാണ് ബിഡ്കോയും ജോയിൻ ചെയ്തത്. ഇലക്ട്രോണിക്സിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ബിഡ്കോ ഒരു ജോലി എന്നല്ല, അതായത് ഒരു എൻ്റർപ്രണറായിട്ട് ആക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരു ബഹ്റൈനിൽ ഒരു ഷോപ്പിൽ പാർട്ട്ണർഷിപ്പായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. +2 കഴിഞ്ഞ് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കൈത്തൊഴിൽ വേണമെന്നുള്ളതിലാണ് ബിഡ്കോയിൽ ജോയിൻ ചെയ്തത്. നാട്ടിലാകുമ്പോൾ ഒരു 6 മാസം ട്രെയിനിങ്, തിയറി പ്രാക്ടിക്കലായിട്ടുണ്ടാവും. ഡൽഹി, പഞ്ചാബ് ആയിരുന്നു OJT കാര്യങ്ങൾ. അത് കഴിഞ്ഞ് 2-3 സ്ഥലത്ത് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ബീഹാർ, ഹരിയാന, പിന്നെ നാട്ടിൽ തന്നെ കുറച്ച് കാലം പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു തിരൂര്. നാട്ടിലെ എക്സ്പീരിയൻസിന് വേണ്ടി മംഗലാപുരം വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബിഡ്കോ ത്രൂ തന്നെ നമുക്ക് ബഹ്റൈനിൽ ജോലി കിട്ടിയത്. 2-3 വർഷം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം പാർട്ട്ണർഷിപ്പുമായി ഷോപ്പിൽ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നു. നിലവിൽ ബിഡ്കോയ്ക്ക് വരാൻ കാരണം ഇവിടുത്തെ സാറ് പറഞ്ഞു ടെക്നീഷ്യൻ വേക്കൻസി ഉണ്ട്, ഇവിടെ ഇൻ്റർവ്യൂ ഉണ്ട്, അങ്ങനെ ടെക്നീഷ്യൻ എടുക്കാൻ വന്നായിരുന്നു. ഇപ്പോൾ പഴയ പോലെ എല്ലാം കുറേ ഡെവലപ്പായിട്ടുണ്ട്. എല്ലാ മെഷീനറിയും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ സെറ്റാണ്. സർവീസ് സെൻ്ററൊക്കെ ഉഷാറാണ്. എനിക്കിവിടെ വരുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, ജോലി എന്നതിലുപരി സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങാൻ പറ്റിയൊരു മേഖലയാണ് സ്മാർട്ട് ഫോൺ ടെക്നോളജി. അതിന് ബെസ്റ്റ് ഓപ്ഷനാണ് ബിഡ്കോ.